എല്ലാവർക്കും വേൾഡ് ഓഫ് ബ്ലസ്സിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളുകളായെന്ന് എനിക്കറിയാം. കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഓഫീസിൽ. അപ്പൊ അത് കാരണമാണ് വീഡിയോ വരാനായിട്ട് വൈകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന മാല ബൾബും അമരിന്റെ ബലൂണും പിന്നെ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി എഴുതിയ സംഭവമൊക്കെ എന്റെ ഹസ്ബൻഡാണ് ചെയ്തത്. ഞാൻ ഒരു ബലൂൺ പോലും ഊതി വീർപ്പിച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാം ഹസ്ബൻഡാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെയ്യുമ്പോൾ നമുക്കിത് ഇതിന്റെ എന്താ പറയാ മറ്റേ ചെയ്യുന്ന വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഹസ്ബൻഡിന് ഭയങ്കര ഷൈയാണ്. അപ്പൊ അത് കാരണം സമ്മതിച്ചില്ല. അപ്പൊ ഞാനെന്ന് വിചാരിച്ചു എന്താ പറയാ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്താലോ എന്ന്. അപ്പൊ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് iPhone 12 Pro Max ആണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാനിനി ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു ബോക്സിംഗ് ആണ് ഇതിന്റെ കാണുന്നത്. ഇതിന്റെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇതിന്റെ ഇങ്ങനെ ഒരു എയറോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു ഗ്രീൻ കളറിലെ എയറോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് അൺബോക്സിങ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ എന്താ പറയാ നല്ല ലുക്കാണ്, നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ ഫോണിനുള്ളത്. പസഫിക് ബ്ലൂ ആണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത്. നമുക്കിനി ഇത് എടുത്തു നോക്കാം. യെസ്, ഇതാണ് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഓപ്പൺ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സൈഡ് ഭാഗം ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫോൺ ഇങ്ങോട്ട് നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. ഇതിന്റെ ഉള്ളില് ഫസ്റ്റ് വൺ ഇതാണ്. ഇതെന്താണാവോ? ഇത് നമ്മുടെ സിം ഇജക്ടർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സിം ഇജക്ടർ ആണ് ഇത്. പിന്നെ ഉള്ളത് ഒരു ടൈപ്പ് സി ചാർജറാണ്. ടൈപ്പ് സി ചാർജറിന്റെ കേബിളാണ്. ചാർജർ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ആകെ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ, കേബിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് പണ്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഐഫോണിന്റെ ഇങ്ങനത്തെ ചാർജർ വെച്ചിട്ട് നമുക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് iPhone XR ആണ്. അപ്പൊ അതിന്റെ ചാർജർ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഈ ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ കയ്യില് ഫിംഗർ പ്രിന്റ്സ് പതിയാത്ത ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നെ അതേമാതിരി തന്നെ ഒരു ആപ്പിളിന്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ 3 ക്യാമറ വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു കുഞ്ഞൊരു ഡോട്ട് പോലെ കാണാൻ ഒരു ലിഡാർ സെൻസർ ആണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ വിസിബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് വളരെ സ്ലിം ആയിട്ടുള്ള ബോഡിയാണ്. മാത്രമല്ല ഇപ്പുറത്തെ സൈഡിൽ ഒരു പവർ ബട്ടൺ ആണ് ഇതിന് വരുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ എവിടെയാണ് അതിന്റെ സിം ട്രേ വരുന്നത്. സിം ട്രേ ഉണ്ട്. അതേമാതിരി തന്നെ വോളിയം ബ്രോക്കേഴ്സ് ഉണ്ട്, 2 എണ്ണം, കുറയ്ക്കാനും കൂട്ടാനും ഉള്ളത്. പിന്നെ നമുക്ക് സൈലന്റ് ആക്കുക അല്ലെങ്കിൽ മ്യൂട്ട് ആക്കുക അല്ലെങ്കിൽ മ്യൂട്ട് ഓൺ ആക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണുള്ളത്. അത് മിക്ക ഫോണുകളുടെയും ഇവിടെ തന്നെയാണ് ഐഫോണിന്റെ വരുന്നത്. അത് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ഇതാണ് ഉള്ളത്. ഒന്ന് ലൈറ്റ്നിങ് പോർട്ട് ഉണ്ട്, അതേമാതിരി തന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്, അതേമാതിരി തന്നെ മൈക്രോഫോൺ ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇതിന്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറയാൻ ഈ സൈഡ് ഭാഗം iPhone 4 എന്നും iPhone 5 എന്നും റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീഴില്ല. കണ്ടോ, ഇങ്ങനെ വെക്കാൻ പറ്റും നമുക്ക്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ വീഴില്ല. ഇനിയിപ്പോൾ നമുക്കിത് ബൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. വന്നു. ആപ്പിളിന്റെ ലോഗോ എത്തിയിട്ടുണ്ട്. സ്വൈപ്പ് അപ്പ് ടു ഓപ്പൺ. ഇത് ഇംഗ്ലീഷ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. യുവർ കൺട്രി ബഹ്റൈൻ. ഞങ്ങളിപ്പോൾ ബഹ്റൈനിലാണ്. അപ്പോൾ നമ്മൾ ബഹ്റൈൻ ഇടാൻ പോവാണ്. സെറ്റപ്പ് മ്യൂച്വലി ഇത് കൊടുക്കാം. അറബിക്ക് നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ലാംഗ്വേജ് ഇപ്പം ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിനി കണ്ടിന്യൂ കൊടുക്കാം. വീണ്ടും നമുക്കിനി കണ്ടിന്യൂ കൊടുക്കാം. സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് കൊടുക്കാം. ഡോൺ ഷെയർ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ വീണ്ടും കൊടുക്കാം. സ്റ്റാൻഡേർഡ് കണ്ടിന്യൂ കൊടുക്കാം. വെൽക്കം ടു ഐഫോണായി. സ്വൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്, അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ബൂട്ടപ്പ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചാർജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം നമുക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്താണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഐഫോൺ 12 Pro Max നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബൂട്ടപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത്, ഇതിൽ നമ്മൾ സിം ഇട്ടാലാണല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ സിം വരുന്നത് ഇതിൽ നാനോ സിമ്മാണ്. അതേമാതിരി തന്നെ ഇതിനകത്തൊരു സിമ്മും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഫോണായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ ഇതിനകത്ത് നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ആകെ 226 ഗ്രാം ഇതിന് വെയിറ്റ് ഉള്ളൂ, 226 ഗ്രാമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. നല്ല ലൈറ്റ് വെയിറ്റ് പോലെയായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ റെറ്റിന OLED ആണ്. അതേമാതിരി തന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 6.7 ഇഞ്ചാണ്. ഇതിന്റെ PPI 458 ആണ്. അതേപോലെ തന്നെ HDR10 സപ്പോർട്ടും ഇതിനുണ്ട്. ഐഫോൺ 12 Pro Maxന്റെ ഡിസ്പ്ലേ വന്നിട്ട് ഒരു സെറാമിക് ഷീൽഡ് കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. 4 times സ്ട്രോങ് ആണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ ഈ ഫോൺ പെട്ടെന്ന് വീണാലും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് ഐഫോൺ 12 Pro Max എന്ന് പറയുന്നത്. അതേപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റന്റും കൂടിയാണ് ഇത്. ഇതിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് iOS 14 ആണ്. ഐഫോണിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഇതിലുള്ളത് A14 ബയോണിക് ചിപ്പും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ റാം വരുന്നത് 6GB റാം ആണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഇതിൽ 3 ക്യാമറാസ് ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഇതിന്റെ വൈഡ് ആംഗിൾ സെൻസർ ആണ്, 12 MP ആണ് ഇതിൽ വരുന്നത്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ആണ്, അതും 12 MP ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്യാമറ വരുന്നത് 12 MP തന്നെയാണ്, ടെലഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇങ്ങനെ 3 ക്യാമറയാണ് ഇതിനുള്ളത്. ഒരു ഫോൺ എന്ന് പറയുന്നത് ലോ ലൈറ്റിൽ, ഇത്തിരി ഡിം ലൈറ്റിലാണെങ്കിലും നന്നായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എടുക്കാനായിട്ട് പറ്റും. നല്ലതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത്. അതേമാതിരി നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ പോലെ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഐഫോൺ 12 Pro Max വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോൾബി HDR സപ്പോർട്ടീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് തിയേറ്ററിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു സിസ്റ്റം നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇതിന്റെ സെൻസറുകളെല്ലാം തന്നെ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് പോവുകയാണെങ്കിലും, ഇനി നമ്മൾ ബാക്ക് ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഫ്രണ്ട് ക്യാമറനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫ്രണ്ട് ക്യാമറ ശരിക്കും പറയാൻ വെച്ചാൽ 12 MP ആണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇതിന്റെ ചാർജിങ് വരുന്നത് 20 watt ആണ്. 50% ചാർജ് ആകാനായിട്ട് ഇതിന് വെറും 30 മിനിറ്റ് സമയം മതി. പിന്നെ ഇതിൽ ഐഫോണിന്റെ കളേഴ്സ് വരുന്നത് 4 വെറൈറ്റി കളേഴ്സിലാണ് ഇത് വരുന്നത്. ഒന്നാമത്തെ സിൽവർ, പിന്നെ ഗോൾഡ്, പിന്നെ ഗ്രാഫൈറ്റ്, ലാസ്റ്റ് വൺ പസഫിക് ബ്ലൂ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഫോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 കളേഴ്സിലാണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 3 ടൈപ്പിലാണുള്ളത്. ഫസ്റ്റ് വൺ 128 GB ആണ്, രണ്ടാമത്തത് വരുന്നത് 256 GB ആണ്, മൂന്നാമത്തത് വരുന്നത് 512 GB ആണ്. ഇത് 256 GB ആണ് ഈ ഫോൺ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടക്കേണ്ടതിന്റെ വിലയെ പറ്റിയിട്ടാണ്, പ്രൈസിനെ പറ്റിയിട്ടാണ്. GCCയിൽ പൊതുവെ ഇലക്ട്രോണിക് ഐറ്റംസിന് കുറച്ച് വില കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന് 512 ദിനാറാണ്, ബഹ്റൈൻ ദിനാറാണ് വന്നത്. 98,000 റുപ്പീസാണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 98,000 റുപ്പീസാണ് വരുന്നത്. ഈ ഒരു ഫോണിന് 256 GB ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഐഫോൺ 12 Pro Maxന്റെ ചെറിയൊരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേറെ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.